എന്ത് തീരുമാനം? പ്രിയങ്കയെ വരുണിന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാനാ കണിമംഗലത്തുള്ള എല്ലാവരുടെയും തീരുമാനം. നിങ്ങൾ അകത്തോട്ട് കയറിയാൽ ഉടൻ തന്നെ രാധിക അറ്റുവാശ്ശേരിയിലേക്ക് തിരിച്ചു പോവും. പിന്നെ പ്രിയങ്ക വരുണിന്റെ ഭാര്യ. പ്രിയങ്ക പ്രസവിക്കുന്ന കുഞ്ഞ് വരുണിന്റെ കുഞ്ഞ്. അവസാനം രക്ഷയില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അങ്ങനെ വഴിക്ക് വന്ന എല്ലാവർക്കും കൊള്ളാം. അപ്പോ ദേ ഇനി മുതലേ പ്രിയങ്കമോളുടെ കാര്യം എല്ലാവരും കൃത്യമായിട്ട് നോക്കിക്കൊള്ളണം. കണിമംഗലത്ത് ജനിക്കാൻ പോകുന്ന സന്തതികളുടെ അമ്മയ്ക്ക് കിട്ടുന്ന എല്ലാ പരിഗണനയും എന്റെ മോൾക്ക് ഇവിടെ കിട്ടണം. അത് ഏറ്റവും താഴെയുള്ള ആള് മുതല് ഏറ്റവും പ്രായം കൂടിയ ആള് വരെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം. മനസ്സിലായോ? ഏറ്റവും മുതിർന്ന ആള് ഞാനാ. ഞാനും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ സുകുമാരി? ചെയ്യണം. ചെയ്യാതെ പറ്റില്ലല്ലോ. എന്തായാലും കുടുംബം ഒന്നിച്ച് മാന്യമായ ഒരു തീരുമാനം എടുത്ത നിലയ്ക്ക് എന്റെ മോളെ വീട്ടിലേക്ക് പിടിച്ചു കയറ്റുന്നത് ഈ വീട്ടിലെ മുതിർന്ന അംഗം തന്നെ ആയിക്കോട്ടെ. ചെയ്യാൻ പറഞ്ഞില്ലേ? പരമേശ്വര ചെയ്യല്ലേ? ആയിക്കോട്ടെ അമ്മേ. പക്ഷെ ഭർത്താവും ഭർത്താവിന്റെ കുടുംബവും എന്ത് കാര്യത്തിനും എന്റെ കൂടെ ഉണ്ടാവും. മുത്തശ്ശി പോവാൻ നോക്ക്. ഇങ്ങോട്ട് വരാൻ നടക്കാൻ പോവാൻ പൊടി പോവാൻ ഇറങ്ങി പോവാൻ ഒക്കോളവിടുന്നു. മുത്തശ്ശി വാ. ഇപ്പൊ എല്ലാം തീർന്നല്ലോ. പെരുവഴിയായില്ലേ? എന്റെ മുത്തശ്ശി, നമുക്കേ ഒരു കാര്യം ചെയ്യാം. ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും പോവാം. അതാവുമ്പോ എനിക്ക് നേരെ ചൊവ്വനെ സംസാരിക്കാനും പറ്റും, ആളുകളുടെ ഇടയിൽ നടക്കാനും പറ്റും. ഞാൻ എന്തേലും ഒരു ജോലിക്ക് പൊക്കോളാം, എന്നിട്ട് മുത്തശ്ശി നോയിക്കോളാം. എടി, നീ ജോലിക്ക് പോയാൽ എന്തോ കിട്ടും? 10,000 20,000 രൂപ കിട്ടിയാലേ
ഏതെങ്കിലും ഒരു കുടുസുമുറിയിൽ കിടന്നുറങ്ങാം. 3 നേരം കഷ്ടിച്ച് തിന്നാം. അതിനു വേണ്ടി എന്തിനാടീ ഇത്രയും കഷ്ടപ്പെട്ടത്? നീ ഞാനും ആഗ്രഹിച്ചതേ നീ കണിമംഗലത്തെ മരുമകളാകാനാ. കണിമംഗലത്തിന്റെ സമ്പത്ത് മുഴുവൻ നിനക്കും നിനക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും കിട്ടാനാ. അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്നാലേ വീണ്ടും ചെന്ന് കേറിക്കൊടു. ആ ജയഭാരതി തള്ള മാത്രല്ല, അവിടെയുള്ള സകലതും ഓടിച്ചിട്ട് തല്ലും. തോറ്റു കൊടുക്കാനേ സുകുമാരിക്ക് മനസ്സിലിടി. നിന്നെ കണിമംഗലത്ത് ഞാൻ തിരിച്ചു കയറ്റും. അതിനൊരു വഴിയുണ്ട്. എന്താ മോളെ, മനസ്സിലെ തീയൊക്കെ കെട്ടോ? എന്റെ മനസ്സിൽ തീ പിടിച്ചാലും കുഴപ്പമില്ല മുത്തശ്ശി. പക്ഷെ ഈ വീട്ടിൽ ഒരാൾ പോലും വിഷമിക്കുന്നത് എനിക്ക് കാണാൻ പാടില്ല. പ്രത്യേകിച്ച് പ്രിയങ്കയെ മുത്തശ്ശൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അർഹതയൊന്നുമില്ലാതെ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയതാ ഞാൻ. എന്നിട്ട് എന്റെ കുടുംബത്തിലുള്ളവർ തന്നെ വന്ന്. അതെ, ഈ അർഹതയില്ലാത്ത വരവും നീ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നതൊക്കെ മറക്കാനുള്ള സമയമായി. ഇപ്പൊ നീ കണിമംഗലത്തെ പെണ്ണ. കണിമംഗലത്ത് നിൽക്കാൻ സമ്പൂർണ്ണ യോഗ്യതയുള്ളവള്. അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാ മതി കേട്ടോ. ഈ സന്തോഷം പങ്കിടാൻ അവനൊന്ന് വന്നാ മതിയായിരുന്നു. നാക്ക് പൊന്നാണല്ലോ. മുത്തശ്ശിയുടെ വരുൺ വന്നു. അതെ, അവനോട് പെട്ടെന്നങ്ങ് പറയണ്ട.